ക്യാൻസർ ബാധിതയായി മരണപ്പെട്ട ഭാര്യയുടെ സ്മരണ നിലനിർത്തുന്നതിനും സമൂഹത്തിന് ശുദ്ധവും ആരോഗ്യപരവുമായ ഭക്ഷണോപാധികൾ നൽകുന്നതിനുമായി പത്തനംതിട്ട തുമ്പമൺ സ്വദേശി വി.ടി. വർഗീസ് ആരംഭിച്ച സംരംഭമാണ് എൽസ കറി പൗഡർ. പൂർണ്ണമായും ജൈവ രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രീതിയേറുകയാണ്. ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്ത എൽസ കറി പൗഡർ ഇന്ന് ഒരു ഉൽപ്പന്നമെന്നതിലുപരി ഒരു ജീവിത സന്ദേശമായി മാറിയിരിക്കുകയാണ്. സൗമി മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ വിജയിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സ്വന്തം പ്രവർത്തന മണ്ഡലം തന്നെ മാറ്റിപ്പിടിച്ച വ്യക്തിയാണ് പ്രവാസിയായിരുന്ന പത്തനംതിട്ട സ്വദേശിയായ വി.ടി. വർഗീസ്. പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ ഭാഗത്തുകൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എൽസ ഓർഗാനിക്സ് എന്ന സ്ഥാപനം നമ്മുടെ കണ്ണിൽ പെടാതിരിക്കില്ല. സ്വന്തം കാര്യം നോക്കാതെ സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണം എന്ന വലിയ ലക്ഷ്യം നിറവേറ്റുന്നതിനായി വി.ടി. വർഗീസ് തുടങ്ങിയതാണ് പൂർണ്ണമായും ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന എൽസ ഓർഗാനിക്സ് എന്ന ഈ സ്ഥാപനം. കേരളത്തിന്റെ തെക്കായി കാടും മലയും ചേർന്നൊരുക്കുന്ന പ്രകൃതി ഭംഗി, പ്രകൃതിയുടെ മാദക സൗന്ദര്യം വിളിച്ചോതുന്ന സഹ്യന്റെ താഴ്വാര മനോഹാരിതയാണ് പത്തനംതിട്ട ജില്ലയുടെ കാഴ്ചകളിൽ നിറയുന്നത്. അവിടെ പ്രകൃതിയുടെയും കാർഷിക സംസ്കാരത്തിന്റെയും സമന്വയമാകുന്ന ഒരു മനോഹരമായ ഗ്രാമമുണ്ട്, തുമ്പമൺ. പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയും നിറഞ്ഞ പ്രദേശമാണിവിടം. പച്ചപ്പും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം. പുഴകൾ, കുന്നുകൾ, പാടശേഖരങ്ങൾ എന്നിവ ഗ്രാമത്തിന്റെ പ്രകൃതിദത്ത സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിരീതി അന്യമായി തുടരുന്ന ഈ കാലത്ത് തീർത്തും ജൈവ കൃഷിരീതിയിലൂടെ വിജയം തീർക്കുകയാണ് തുമ്പമൺ സ്വദേശിയായ വി.ടി. വർഗീസ്. നിരവധി വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം കൃഷിയിലും ജൈവ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചും വ്യത്യസ്തമായ പാതയിലൂടെ പുത്തൻ പരീക്ഷണവുമായി തുമ്പമണ്ണിനെ ഹരിതാഭമാക്കി മാറ്റുകയാണ് ഇദ്ദേഹം. ഒപ്പം സ്നേഹവും ഓർമ്മകളും ചേർന്ന ഒരു രുചിയുടെയും കഥ പറയുകയാണ് വി.ടി. വർഗീസ്. അതാണ് തുമ്പമണ്ണിന്റെ പ്രശസ്തിയെ ഉയർത്തിയ എൽസ കറി പൗഡർ. ഭാര്യ ക്യാൻസർ ബാധിതയായി മരണപ്പെട്ടതിന് പിന്നാലെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച സ്ഥാപനമാണ് എൽസ കറി പൗഡർ. ജീവിത പങ്കാളിയുടെ സ്മരണ നിലനിർത്താനും സമൂഹത്തിന് ആരോഗ്യകരമായ ഭക്ഷണോപാധികൾ ലഭ്യമാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമമാണ് ഇതിന് പിന്നിൽ. കാരണം ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസം കഴിഞ്ഞ് 95 വന്നു കഴിഞ്ഞ് പല ബിസിനസ്സുകളും ആലോചിച്ചു. അപ്പോഴേ എനിക്ക് തോന്നി ഇത് ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ പെണ്ണുപിള്ളയുടെ പേര് എൽസ എന്ന. അപ്പം അങ്ങനെ ആ പേര് ഞങ്ങൾ തുടങ്ങി 95 ഡിസംബറിൽ തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ലൈസൻസ് എടുത്തില്ല, അപ്ലൈ ചെയ്ത് 2000 ലൈസൻസ് എടുക്കുന്നത്, രജിസ്റ്റേർഡ് എടുത്തു കഴിഞ്ഞ് ഒരു 2-3 മാസം 2001 ആയപ്പോൾ പുള്ളിക്കാരിക്ക് ബോൺ ക്യാൻസർ, മൾട്ടിപ്പിൾ മൈലോമ വിത്ത് റീനൽ ഫെയിലർ. അത് പലയിടത്ത് കാണിച്ച് ലേഷോറിൽ പോയി ചികിത്സിച്ച് 5 വർഷം കഴിഞ്ഞ് പുള്ളിക്കാരി മരിച്ചുപോയി. അപ്പം ഞാൻ ഈ ഓൺകോളജിസ്റ്റുമായിട്ടൊരു മീറ്റിംഗ് നടത്തി. അവർ പറഞ്ഞു ഫുഡിൽ നിന്നാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുന്ന. ഏതായാലും നമ്മൾ അവിടെ വ്യവസായം ചെയ്തിട്ടാണ് വന്നത്. 22 വർഷം ഗൾഫിലായിരുന്നു. അപ്പം നല്ല സാധനം കൊടുക്കണം, വലിയ ലാഭം വേണ്ട എന്നുള്ള തോന്നലിൽ ഞാൻ ഇങ്ങനൊരു സംഭവം നടത്തി. ഇന്ന് കൊറോണ വന്നപ്പം ഇത് ഓൺലൈൻ മാർക്കറ്റാണ്. കൊറോണ വന്നപ്പോൾ ഇത് ഓൺലൈനൊന്നും ഇല്ലായിരുന്നു. അന്ന് 2 വർഷം നിർത്തി, വീണ്ടും റിട്ടേൺ ആക്കി എടുത്തിട്ട് ഇപ്പം ലോകം മുഴുവൻ കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിൽ നിർമ്മിക്കുന്ന എൽസ കറി പൗഡറിൽ രാസവസ്തുക്കളോ കൃത്രിമ നിറങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പകുതിയിലേറെ ശതമാനവും സ്വന്തം പറമ്പിൽ തന്നെ വളർത്തുന്ന കറുവാപ്പട്ട, നാടൻ കറിവേപ്പില തുടങ്ങിയ പ്രകൃതിദത്ത ഇനങ്ങൾ തിരഞ്ഞെടുത്ത് ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കി മാത്രമാണ് ഉൽപാദനം നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കറുവാപ്പട്ടയുണ്ട്, പിന്നെ ഓൾ സ്പൈസസ് ഉണ്ട്, പിന്നെ അങ്ങനെ പല കരിയാപ്പ്, നാടൻ കരിയാപ്പ് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അത് ഞാൻ കുലശേഖരത്തു നിന്നുണ്ടാകട്ടെ, ചെറിയ ഇലയുള്ള നല്ല മണമുള്ള. പിന്നെ കായം ഞാൻ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അതൊരു അരക്ക് പോലിരിക്കുന്ന അതിനെ പ്രോസസ്സ് ചെയ്തെടുത്ത് കൊടുക്കുന്ന ഏറ്റവും നമ്പർ 1 കായമാണിത്. എല്ലാവരും പറയുന്നത് നല്ല മണവും ഗുണവും രുചിയും ഉള്ളതാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളും പറമ്പിൽ നിന്നും ശേഖരിക്കുന്നവയും ചേർത്ത് എൽസ കറി പൗഡർ നിർമ്മിക്കുന്ന രീതി വർഗീസ് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് എല്ലാം വൃത്തിയാക്കി കഴുകി ഉണങ്ങി ടെറസ് വെച്ച് ഉണങ്ങിയിട്ട് ഇത് അതിൻ്റെ റേഷ്യോ അനുസരിച്ച് ഇവിടെ പൊടിച്ചിട്ട് അതിൻ്റെ ചേരണ്ടി എല്ലാം ചേർന്നിട്ട് അവിടെ റോസ്റ്ററിലിട്ട് വറുത്ത് അതിൻ്റെ മാറ്റി ട്രേയിലിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് ഞങ്ങൾ പാക്ക് ചെയ്യും. 1 കൊല്ലം വരെ ഇരിക്കും. എല്ലാം 3 ലെയർ അലൂമിനിയം ഫോയിൽ പൗച്ചാണുള്ളത്.
പ്രോസസ്സ് ചെയ്ത് സപ്ലൈ ചെയ്യും. തുമ്പമണ്ണിന്റെ മണ്ണിൽ നിന്നും തുടങ്ങി കേരളത്തിലെ വിവിധയിടങ്ങളിലേക്കും ഇപ്പോൾ വിദേശത്തേക്കും വരെ എത്തുന്ന എൽസ കറി പൗഡർ ഒരു ഉൽപ്പന്നത്തിന്റെ കഥ മാത്രമല്ല, സ്നേഹത്തിന്റെ, പ്രതിബദ്ധതയുടെ, ആരോഗ്യബോധത്തിന്റെ ഒരു മാതൃക കൂടിയാണ്. ഇന്ത്യക്ക് പുറത്ത് എല്ലാ രാജ്യത്തുമുണ്ട്. ജർമ്മനി, കാനഡ, UK, അമേരിക്കൻ ഐക്യനാടുകൾ മുഴുവൻ, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ, പിന്നെ അതുപോലുള്ള ഓസ്ട്രിയ, എല്ലാ രാജ്യത്തും ബൈ സ്പീഡ് പോസ്റ്റ് എക്സെപ്റ്റ് അന്റാർട്ടിക് കൺട്രീസ്. എന്നാൽ പരമ്പരാഗത കൃഷിരീതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജൈവ കൃഷിയിൽ നേരിടുന്ന വെല്ലുവിളികളും ഏറെയാണ്. ഉൽപ്പന്നങ്ങൾ നല്ല മാർജിനിൽ കൊടുത്താലും എവിടെ നിന്നും പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ ഇതിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കടക്കാരെ അവർക്ക് നല്ല മാർജിൻ കൊടുത്താലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ബ്രാൻഡായി. 3 റിപ്പോർട്ടുണ്ട് എനിക്ക്. അതായത് ELSA ആണ് ആദ്യം തുടങ്ങിയത്. അത് ലോകം മുഴുവനുണ്ട്. അതിൻ്റെ പുറകെ തുടങ്ങിയത് ELZയാണ്. അത് ഞാൻ വിലക്കെടുത്തതാണ്. അത് വേറെ പ്രശ്നമുള്ളതുകൊണ്ട് അത് വിലക്കെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ 2011 എൽസാർ എന്നും പറഞ്ഞ്, എൽസായും എൻ്റെ പേര് രാജു, എൽസാർ എന്നും പറഞ്ഞുകൊണ്ടും തുടങ്ങി. ഇത് 3നെ ഹൈലൈറ്റ് ചെയ്ത് ഓരോ ഐറ്റം ഓരോന്ന് മാറി കൊടുത്തപ്പോൾ 3 ബ്രാൻഡും ഇൻ്റർനാഷണൽ ആയി. അത് ഒരുപാട് ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട്. മാർക്കറ്റിൽ സുലഭമായ എൽസ കറി പൗഡറിൽ ഏറ്റവും ജനപ്രീതിയുള്ളതും കൂടുതൽ ആളുകൾ വാങ്ങുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഇവയാണ്. ഇന്ത്യക്കാരും അല്ല വേൾഡ് മറ്റ് ഭാഷക്കാർ വാങ്ങിക്കുന്ന ചിക്കനും മീറ്റും ഫിഷുമാണ്. നമ്മുടെ ആൾക്കാർ മേടിക്കുന്ന ചിക്കന്, മീറ്റ്, ഫിഷ്, സാമ്പാർ, രസം, പട്ടർമരാണ് വാങ്ങിക്കുന്നത്. പിന്നെ പിക്കിളെന്ന് പറയുന്ന നാട്ടിൽ വലുതായിട്ട് പോകത്തില്ല. കാര്യം എല്ലാവർക്കും പിക്കിളിടാൻ അറിയാം. ഓർഗാനിക് കറി പൗഡറുകൾക്ക് മാർക്കറ്റിൽ വരുന്നതിനേക്കാളും 10% വില കൂടുതലാണെങ്കിലും ആർക്കും ആശുപത്രിയിൽ പോകേണ്ടി വരില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ ഭാഷ്യം. പിന്നെ അസുഖം വരാതിരിക്കണ കഴിക്കണം. ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കയറിയാൽ മിനിമം 50,000 ഇല്ലാതെ ഇറങ്ങാനൊക്കത്തില്ല. എന്നിട്ട് അയൽക്കാരോട് പറയുമ്പോൾ എന്തെങ്കിലും 50,000 കയ്യിൽ ജമയടിക്കും. ഇത് കഴിച്ചാൽ പോകണ്ട. കൃഷിരീതികളിൽ നിന്നും അന്യമായി പോകുന്ന തലമുറയെ ജൈവ കൃഷിരീതിയിലേക്കും ജൈവ രീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളിലേക്കും ആകർഷിച്ചെടുക്കാൻ ഏക പോംവഴിയാണ് ഇദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത്. ആകർഷിക്കാൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മതി അവർക്ക്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് മതി. അതാണ് ഇതിൻ്റെ ആകർഷണം. അത്രയേ ഉള്ളൂ. വ്യത്യസ്തമായ പാത സ്വീകരിച്ച് സമൂഹത്തിന്റെ ആരോഗ്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ജീവിത വഴിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു പരിശ്രമവും ചെറുതല്ല. അതുകൊണ്ട് തന്നെ നിരവധി അംഗീകാരങ്ങളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. 50 രാജ്യത്തിന്റെ സംഘടനയിൽ നിന്ന് യൂറോപ്പിന്റെ. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ IMA എന്ന ഡോക്ടർ തോമസ് അബ്ര അബുദാബിയിൽ 500 ബെഡുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, യൂസഫ് അലി സാറിൻ്റെ മരുമോൻ്റെ. അവിടുത്തെ ഏറ്റവും വലിയ ചീഫ് ഗൈനക്കോളജിസ്റ്റ്. ഇതൊരുപാട് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു അച്ഛാ ഞാൻ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. 1 മാസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു. അപ്പോൾ സീലില്ല. ഞാൻ സീലില്ലാത്ത സർട്ടിഫിക്കറ്റ് ആക്കും. പിന്നെ സീലടിച്ച് തന്നു. അത് കഴിഞ്ഞ് ബോംബെ എന്നൊരു കമ്പനി ഇത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു, ചിക്കനും മീറ്റും ഫിഷും. അത് ഓവൻസാണ്. അപ്പോൾ അവരും ആ കമ്പനിയുടെ ക്യാൻറ്റീനിൽ അതാണ് ഉപയോഗിക്കുന്നത്. അവരും എനിക്കൊരു സർട്ടിഫിക്കറ്റ് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ഫുഡ് ടെക്നോളജിസ്റ്റുമാർക്കെല്ലാം എല്ലാം ഇതറിയാം. ഇപ്പോൾ എൽസ കറി പൗഡറിന്റെ ഭാവി ഭദ്രമാക്കാനുള്ള ഓട്ടത്തിലാണ് ഈ പത്തനംതിട്ടക്കാരൻ. 75 വയസ്സ് പിന്നിട്ടിട്ടും പ്രായം തളർത്താത്ത മനസ്സുമായി സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് VT വർഗീസ്. ടെക്നോളജി കളയാതെ പുതുതലമുറയിലുള്ള ആളുകൾക്ക് പരിശീലനം നൽകി എൽസ കറി പൗഡറിന്റെ ഭാവി അവരുടെ കൈകളിൽ ഭദ്രമാക്കണമെന്നതാണ് VT വർഗീസിന്റെ അടുത്ത ലക്ഷ്യം. അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മാസം ഓരോ പുതിയ പ്രോഡക്റ്റ് ഇറക്കിക്കൊണ്ട് വരുന്നു. ഇത് ആരെങ്കിലും ഏൽപ്പിച്ച് പഠിപ്പിച്ചെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഫ്യൂച്ചർ പരിപാടി. കാര്യം ഈ ടെക്നോളജി കളയാതെ നമ്മുടെ ന്യൂജൻ ആൾക്കാർക്ക്, അതായത് ഞാൻ ഇട്ടേക്കുന്ന ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ജെന്യുവലി മെയ്ഡ് ഫോർ ജനറേഷൻ നെക്സ്റ്റ്. അപ്പോൾ എന്നോട് എല്ലാവരും ഈ 15 വർഷം മുന്നേ ഇയാളെങ്ങനെ ഇട്ടേന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വെളുപ്പങ്കാലാകുമ്പോൾ എനിക്ക് ബുദ്ധി കൂടും. ഉടനെ എണ്ണിച്ച് ഒരു 5 മണിയാകുമ്പോൾ എണ്ണിച്ച് എഴുതി വെക്കും. പിന്നെ ഇതാരൊക്കെ നടത്താൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ. കാര്യം എനിക്ക് 75 വയസ്സായി. 30 വർഷമായി ഈ രംഗത്ത് തീർത്തും ലാഭേച്ഛയില്ലാതെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഇദ്ദേഹത്തിൻ്റെത് ഒറ്റയാൾ പോരാട്ടമാണ്. ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്, അല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ മോനില്ല, മോളില്ല, വീട്ടുകാരിയില്ല, ആരുമില്ല. എൽസ ഉള്ള കാലത്ത് എൽസ കൂടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ള എല്ലാം കാണും. ഈ നാട്ടുകാർക്കൊന്നും എല്ലാം എതിരാണ്. ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ഞാൻ
സപ്ലൈ ചെയ്യുന്നു. അല്ലാതെ ഞാൻ വേറെ ആളോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത്. സ്വന്തം ബുദ്ധി ഉദിക്കുന്ന പോലെ. ഒറ്റയാൾ പോരാട്ട വഴിയിലെ വിജയമന്ത്രം ആളുകൾ നൽകുന്ന പിന്തുണ മാത്രമാണ്. എല്ലാവരും പിന്നെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് വഴി നമ്മുടെ വാട്സപ്പിൽ കൂടെ നല്ല അഭിപ്രായം പറയുന്നത്. സൂപ്പറാ എന്നും പറഞ്ഞാൽ വരുന്നത്. അപ്പം നമ്മൾ ആരോടും ചോദിക്കുന്നില്ല. ഓർഡർ വരും, അയച്ചു കൊടുക്കും. 20 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന തിരുവനന്തപുരത്ത് 5-6 ഫാമിലിയുണ്ട്. കണ്ണൂരുണ്ട്. ഇപ്പം കണ്ണൂർ ഒരു ഏജൻസി വേണമെന്ന് പറഞ്ഞ് ഇപ്പം ഒരു പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അവർക്ക് 3-4 കൊല്ലം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഹോട്ടൽ സപ്ലൈയാണ്. ഹോട്ടലിലെല്ലാം എടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാർ വെക്കുന്ന ഹോട്ടലിലാണ് ആൾ കൂടുതലാണെന്നാണ് പറയുന്നത്. ആയുസ് കുറയുന്ന യുവതലമുറയോട് 70 വയസ്സ് തികഞ്ഞ ഉപദേശം നല്ലത് കഴിക്കുക, ആയുസ് കൂട്ടുക എന്നാണ്. ആയുസ് കുറവാന്ന് പറഞ്ഞാൽ 40 വയസ്സ് 45 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അസുഖക്കാരാകുക. കാലിന് വേദന, മുട്ടിന് വേദന, മറിച്ച് ക്യാൻസർ. നമ്മുടെ വീണാചാര്യ മിനിസ്റ്റർ പറഞ്ഞ എന്താണെന്നറിയോ? മിനിസ്റ്റർ എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അവരുടെ ഗ്രാൻഡ്മ എൻ്റെ കുടുംബത്തിൽ പറയുന്നത് എന്താണെന്നറിയാം? 36 ആകുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ 2 ക്യാൻസർ വെച്ച് വരുമെന്ന്. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത് കുറച്ച് കുറയ്ക്കാനാണ് നോക്കുന്നത്. മാക്സിമം കുറയ്ക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് അത് ഉണ്ടാകില്ല. വയറ് സംബന്ധമായ വേറെ അസുഖം ഉണ്ടാകില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഡോക്ടർമാർ കൂടുതലും പഠിച്ചത് കൂണ് പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു കുട്ടി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഓഫീസിൽ ജോലിയുള്ള ഒരുത്തൻ്റെ മോള് ഡെലിവറിക്ക് പോയി. 50,500 രൂപ കൊടുത്ത റൂമിലോട്ട് മാറ്റി. ഇനി ഞാൻ ബാക്കി എത്രയാണെന്ന് അറിയത്തില്ല. അത് സിസേറിയനായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലത് കഴിക്കുക, 1 രൂപ കൂടിയാലും. പിന്നെ ആയുസ് കൂട്ടുക. ഇത് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കെമിക്കലാണ്. അത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആയുസ് കിട്ടത്തില്ല. എനിക്കിപ്പോൾ 75 വയസ്സെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഞാനിരിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ മരിച്ച 101-ാമത്തെ വയസ്സിലാണ്, 3 കൊല്ലം മുന്നേ. അമ്മച്ചി മരിച്ച 99-ാമത്തെ വയസ്സിലാണ്. ഇപ്പോൾ എനിക്ക് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്, സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ 300 കിലോമീറ്റർ ആഴ്ചയിൽ 150-300 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുമുണ്ട്. ഡ്രൈവർ ഇല്ലാതെ ഓടിക്കും. എനിക്ക് ഈ അറബി രാജ്യത്ത് അറബികൾ ഡ്രൈവറെ വെച്ച് ഓടിക്കുന്ന പ്രായമാകുമ്പോൾ അല്ലെ അവർ തന്നെ ഓടിക്കുന്നത്. അവരുടെ ഒരിതുണ്ട്. ഇന്ന് വരെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് വരെ ഒരു വയലൻസ് കാണിച്ചിട്ടില്ല. എല്ലാം ലീഗലായിട്ടാണ് പോകുന്നത്. പിന്നെ IAS IPS ഡയറക്ടേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഗസറ്റ് ഓഫീസേഴ്സ്, പബ്ലിക് എല്ലാവരും നമ്മുടെ സാധനം മേടിക്കുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് കഴിക്കുന്നുണ്ട്. നിരവധി കറി ഉൽപ്പന്നങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവയുടെ വിശ്വാസ്യത പോലും പരിശോധിക്കാതെയാണ് നമ്മൾ പലപ്പോഴും അവയെല്ലാം ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് എൽസ കറിക്കുട്ടികളുടെ പ്രാധാന്യമേറുന്നത്. എൽസ കറി പൗഡർ പ്രവർത്തനം ആരംഭിച്ച് വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ ഉപഭോക്താക്കളുടെ വലിയൊരു നിര തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. ക്യാമറമാൻ മാനു കോട്ടക്കലിനൊപ്പം സൗമി മാത്യു, M5 ന്യൂസ്.